ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കാനുള്ള മെത്തേഡുകൾ പലത് പറഞ്ഞു. അത് പലത് പറഞ്ഞതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, കോസ്റ്റ് പ്രൈസ് മെത്തേഡ്, ആവറേജ് പ്രൈസ് മെത്തേഡ്, നോഷണൽ പ്രൈസ് മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡുകളാണ് പറഞ്ഞത്. അതിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പറഞ്ഞത്. അതിന് നമുക്ക് എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, എന്താണ് ഫിഫോ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർ. അതായത് സ്റ്റോറിൽ വന്ന ഓർഡർ അനുസരിച്ച് ഇഷ്യൂ ചെയ്യാം. ദിസ് മീൻസ് ദാറ്റ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. കണ്ടോ, മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ്, ആദ്യം ഏതാണോ റിസീവ് ചെയ്തത്, വാങ്ങി വെച്ചത് ആദ്യം ഏതാണോ അത് ഇഷ്യൂ ചെയ്യുക ഫസ്റ്റ്. ക്യൂ സിസ്റ്റമൊക്കെ എങ്ങനെയാണ്, ആദ്യം വന്ന ആൾ ആദ്യം സെർവ് ചെയ്യുക, പിന്നെ പിന്നാലെ വന്ന ആൾക്കാർ പിന്നെ അവസാനം വന്ന ആൾ ആദ്യം പോകുന്ന രീതി ക്യൂ സിസ്റ്റത്തിൽ പറ്റില്ലല്ലോ. ആ ക്യൂ സിസ്റ്റം എപ്പോഴും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രയറാണ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ ഓൺ. അപ്പോൾ ആദ്യം വന്ന മെറ്റീരിയൽസ് ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് കൊടുക്കുക, അത് തീർന്നിട്ട് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുള്ളൂ. അതാണ് ലോട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ ഓൺ. ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് ലേറ്റസ്റ്റ് പ്രൈസസ്. ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനം വന്ന മെറ്റീരിയൽസിൻ്റെ വാല്യൂ ആയിരിക്കും വരിക. ഇൻ ടൈംസ് ഓഫ് ഫാളിംഗ് പ്രൈസസ് ഫിഫോ മെത്തേഡ് ഈസ് ഫൗണ്ട് ടു ബി യൂസ്ഫുൾ. ചോദിക്കാറുണ്ട്, അതായത് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് മെത്തേഡാണ് കൂടുതൽ യൂസ്ഫുൾ. അപ്പോൾ ഫിഫോ മെത്തേഡാണ് യൂസ്ഫുൾ ആയിട്ട്. ഇൻ ടൈംസ് ഓഫ് ഫാളിംഗ് പ്രൈസസ് ഡാഷ് മെത്തേഡ് ഈസ് ഫൗണ്ട് യൂസ്ഫുൾ. ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് എന്ന് വെച്ചാൽ ഫിഫോ മെത്തേഡ് ഈസ് യൂസ്ഡ്. ദിസ് ഈസ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു ഡിഫറെൻറ്റ് ജോബ് വിൽ ബി ഹൈ ആൻഡ് പ്രോഫിറ്റ് വിൽ ബി ലോവർ. ദിസ് റെഡ്യൂസസ് ടാക്സ് ലയബിലിറ്റി. എന്തുണ്ടാവുന്നത്, ഇതുകൊണ്ട് എന്തുണ്ടാവുന്നു, ദിസ് ഈസ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു ഡിഫറെൻറ്റ് ജോബ്സ് ഹൈ. അങ്ങനെ വലിയ വിലയ്ക്ക് നമുക്ക് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൻ്റെ വില കുറയും, പ്രോഫിറ്റ് കുറയുന്നു, അപ്പോൾ ടാക്സ് ലയബിലിറ്റി കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി കുറയില്ലോ. Okay, then advantages of FIFO method. The following are the advantages of FIFO method. Advantages of FIFO method. It is simple and easy to operate. അത്ര സിമ്പിളല്ല, കാരണം ക്ലറിക്കൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്, ഹെൻസ് ദർ ഈസ് നോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ആക്ച്വൽ കോസ്റ്റിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനാണ് അത് വാല്യൂ ചെയ്യുക, ഹെൻസ് ദ വാല്യൂ സ്റ്റോക്ക് ഈസ് റിയലിസ്റ്റിക്. ഇൻ കണ്ടീഷൻസ് ഓഫ് ഫാളിംഗ് പ്രൈസസ് ദ മെത്തേഡ് ഗിവ്സ് ബെറ്റർ റിസൾട്ട്സ്. അപ്പോൾ പ്രൈസ് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് നമുക്ക് തരുന്നു. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിഫോ മെത്തേഡ്. ഫിഫോ മെത്തേഡിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിഫോ മെത്തേഡ്. ഡിസഡ്വാൻറ്റേജസ്, ഓക്കെ, DIS, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിഫോ മെത്തേഡ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്? ഒന്നാമത്തെ, ദ മെത്തേഡ്സ് ഇൻക്രീസസ് പോസിബിലിറ്റി ഓഫ് ക്ലറിക്കൽ എറേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് ഈസി ടു എന്ന് പറയില്ലേ, അത്ര ഈസി ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാരണം ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. പ്രോബ്ലം ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ക്ലറിക്കൽ എറേഴ്സ് എങ്ങനെയാണ് വരാമെന്നുള്ളത്. ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്റ്റ് ദ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസ്. കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റിലെ വിലയായിരിക്കില്ല നമ്മൾ ഇഷ്യൂ പ്രൈസ്. അതൊരു പോരായ്മയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പഴയ വിലയ്ക്കായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുക, പക്ഷേ മാർക്കറ്റിലെ വില വേറെ ആയിരിക്കും. കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് യൂസിങ് സെയിം മെറ്റീരിയൽസ് ബിക്കം സംടൈംസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഒരേ ജോബ് തന്നെ ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം പല വിലയ്ക്കായിരിക്കും അവർക്ക് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ശരിയായ ഒരു മെത്തേഡല്ല. ദിസ് മെത്തേഡ് ഈസ് അൺസ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്. പ്രൈസ് കൂടുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫോ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്തൊക്കെയാണ് ഫിഫോ മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഫിഫോ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വന്ന മെറ്റീരിയൽസ് ആദ്യം ചെയ്യുക. ആദ്യം വന്ന മെറ്റീരിയൽസ് കഴിഞ്ഞതിന് ശേഷം മാത്രം രണ്ടാമത്തെ മെറ്റീരിയൽസ് നമ്മൾ പരിഗണിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലോട്ട് എന്ന് വെച്ചാൽ ഒരു ബോക്സ്. ആ ബോക്സ് ആണെങ്കിൽ ആദ്യത്തെ ലോട്ട് ഒരു ബോക്സ് ആയിട്ടാണ് വരണമെങ്കിൽ ആ ബോക്സിൽ 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോക്സ് പൊട്ടിക്കുള്ളൂ, അല്ലേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആദ്യം വന്ന ബോക്സിൽ നിന്ന് അത് അങ്ങനെ തന്നെ ഇരിക്കില്ലേ? അപ്പോൾ ആദ്യം വന്ന മെറ്റീരിയൽസ് അത് നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ബോക്സ് പൊട്ടിക്കണമെങ്കിൽ, രണ്ടാമത്തെ ബോക്സ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങണമെങ്കിൽ ഒന്നാമത്തെ ബോക്സ് ഉപയോഗിച്ച് കഴിയണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.